ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് 5% പേർ മാത്രം വിജയിക്കുന്നത്? ഏത് മേഖല എടുത്താലും അവിടെ എല്ലാം 5% ആളുകളെ വിജയിക്കുന്നുള്ളൂ. ബാക്കി 95% ആളുകളും പരാജയപ്പെടുകയാണ്. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20 പേരിൽ ഒരാൾ മാത്രമേ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യം കൈവരിക്കുന്നുള്ളൂ. 1950 ഹാർട്ട്ഫോർഡ് ഇൻഷുറൻസ് കമ്പനി കോളേജ് പഠനം കഴിഞ്ഞ 25 വയസ്സുള്ള 100 പുതിയ കോളേജ് ബിരുദധാരികൾക്കിടയിൽ ഒരു സർവേ നടത്തി. ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം 40 വർഷത്തിനുള്ളിൽ കൈവരിക്കുമോ? അതെ എന്നായിരുന്നു എല്ലാവരുടെയും ഉത്തരം. 40 വർഷത്തിന് ശേഷം ഇവരുടെ 65-ാമത്തെ വയസ്സിൽ ഹാർട്ട്ഫോർഡ് വീണ്ടും അവരെ സമീപിച്ചു. ഫലം ഇതായിരുന്നു: ഒരാൾ ധനവാൻ, 4 പേര് സാമ്പത്തികമായി സുരക്ഷിതർ, 6 പേര് ഇപ്പോഴും ജോലി ചെയ്യുന്നു, 35 പേർ മരിച്ചുപോയി, 54 പേരാകട്ടെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പ്രതിമാസ ബില്ലുകൾ അടച്ചതിന് ശേഷം നിത്യചെലവിനായി 200 അതിൽ കുറവോ ഡോളർ മാത്രം കൈവശമുള്ളവർ 100 പേരിൽ 5 പേർ മാത്രം വിജയിച്ചു. മറ്റു 95 പേരും പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? നിങ്ങൾ ചെറു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ നിങ്ങളൊരു ബിരുദധാരിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ബിരുദധാരിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ആരും താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിലോ? മുഴുവൻ വിദ്യാഭ്യാസ വ്യവസ്ഥയും നമ്മുടെ സമൂഹവും വിദ്യാർത്ഥികൾ എന്നെങ്കിലും ഒരു ബിരുദധാരിയാകും എന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും കാണിച്ചിരുന്നില്ല എങ്കിലോ? നിങ്ങൾ ബിരുദധാരിയാകുമായിരുന്നോ? താഴ്ന്ന ക്ലാസ്സിലെ പഠനങ്ങൾ പഠിക്കാനും പരീക്ഷ എഴുതാനും വിജയിക്കാനും ഒരു വ്യവസ്ഥ നിലവിലില്ലായിരുന്നു എങ്കിൽ നമ്മളിൽ 5% പേർ മാത്രമേ ഇതിനൊക്കെ മുതിരുമായിരുന്നുള്ളൂ. നിങ്ങളോട് തന്നെ ചോദിക്കുക, എൻ്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും വിജയിക്കുന്നതിന് പിന്തുണ ലഭിച്ചിട്ടുള്ള വ്യവസ്ഥ അല്ലെങ്കിൽ സംവിധാനം എവിടെയാണ്? ഗുരുതരമായ രീതിയിൽ ദുർബലമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്ന നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പുറത്ത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള യാതൊരു ഘടനയുമില്ല. അത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ ആശിക്കുന്നതെന്തോ അത് നമുക്ക് കിട്ടുന്നു. നമ്മളിൽ 5% മാത്രമേ വിജയം ആശിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, ജീവിത വിജയത്തിന് പിന്തുണക്കുന്ന ഒരു വ്യവസ്ഥയും ഒരു ഘടനയും നമുക്കില്ല. പ്രവൃത്തി, ഫലം, ജീവിതമേന്മ. നിങ്ങളുടെ പ്രവൃത്തികൾ ഫലത്തെയും അത് ജീവിതത്തിൻ്റെ മേന്മയെയും സൃഷ്ടിക്കുന്നു. അത് വളരെ ലളിതം, ശക്തം, ഒപ്പം സത്യവും. പ്രശ്നം എന്താണെന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയല്ല പ്രശ്നങ്ങളുടെ ഉറവിടം എന്നതാണ്. എവിടെ നിന്നാണ് നിങ്ങളുടെ പ്രവൃത്തി വരുന്നത്? മനോഭാവം, പ്രവൃത്തി, ഫലം, ജീവിതമേന്മ. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ പ്രവൃത്തി.